അപ്പോൾ ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗ്രൂപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് പ്രോപ്പർട്ടി ഒന്നുകൂടെ എഴുതാം, ക്ലോഷർ പ്രോപ്പർട്ടി. സെക്കൻഡ് അസോസിയേറ്റീവ്. തേർഡ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ഫോർത്ത് വൺ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഓൾറെഡി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണിപ്പോൾ, ഒന്നുകൂടെ പറയാം. അപ്പോൾ എ ബി, ഇപ്പം ഗ്രൂപ്പ് ജി സ്റ്റാറിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത് വിചാരിച്ചോ. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ജി നോൺ എംപ്റ്റി സെറ്റ് ആൻഡ് സ്റ്റാർ ബൈനറി ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ജിക്കകത്തുനിന്ന് 2 എലമെൻറ്റ് എയും ബിയും ഞാൻ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി എന്തായിരിക്കും? അതും ജിക്കകത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ സ്റ്റാർ ബി എവിടെ തന്നെ ആയിരിക്കും? ജിക്കകത്ത് തന്നെ ആയിരിക്കും. എയും ബിയും ജിയിലെ എലമെൻറ്റ്സ് ആണെങ്കിൽ ദെൻ എ സ്റ്റാർ ബി ജിയിലെ എലമെൻറ്റ് തന്നെ ആയിരിക്കും. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എ ബി സി 3 എലമെൻറ്റ്സ് എടുത്തു. എ സ്റ്റാർ ബി സ്റ്റാർ സി അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? എ സ്റ്റാർ ബി സ്റ്റാർ സിക്ക് ഈക്വൽ ആയിരിക്കണം. അവിടെ ആ ഓപ്പറേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എ വിച്ച് ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ. അങ്ങനെയാണെങ്കിൽ ഇയെ നമുക്ക് എന്ത് പറയാം? ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയാം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ഈസ് കോൾഡ് എ ഇൻവേഴ്സ്. ബി എ നമുക്ക് എന്ത് പറയാം? എ ഇൻവേഴ്സ്. ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെ, ജി സ്റ്റാർ എന്ന് പറയുന്ന സ്ട്രക്ചറിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. ജി സ്റ്റാറിനെ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ എന്താണ് അബേലിയൻ ഗ്രൂപ്പ് എന്ന് നോക്കാം. അബേലിയൻ ഗ്രൂപ്പ് ഇതിൻ്റെ കൂടെ വാട്ട് ഈസ് അബേലിയൻ ഗ്രൂപ്പ്? അബേലിയൻ ഗ്രൂപ്പ് അതായത് ഇവിടെ തന്നിരിക്കുന്ന 4 പ്രോപ്പർട്ടീസിൻ്റെ കൂടെ ഒരു പ്രോപ്പർട്ടി കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതായത് ഇപ്പോൾ എ ബി 2 എലമെൻറ്റ്സ് എടുക്കുകയെന്ന് വിചാരിച്ചോ. എയും ബിയും 2 എലമെൻറ്റ്സ് എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ബി സ്റ്റാർ എക്ക് ഈക്വൽ ആയിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും ഈക്വൽ ആണെങ്കിൽ ആ സ്ട്രക്ചർ എന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് അബേലിയൻ ഗ്രൂപ്പ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രൂപ്പുകളെ പറയുന്ന പേരാണ് അബേലിയൻ ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്തു നോക്കാം. Okay, first example, set of natural numbers. Okay, natural numbers അഡീഷൻ്റെ കേസിൽ ഗ്രൂപ്പാണോ അബേലിയൻ ഗ്രൂപ്പാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? നാച്ചുറൽ നമ്പറിൽ നിന്ന് 2 എലമെൻറ്റ്സ്, ഏത് റാൻഡം ആയിട്ട് 2 എലമെൻറ്റ്സ് ആണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ 2ഉം ഒരു 7ഉം എടുക്കാമെന്ന് വിചാരിച്ചോ. 2, 7 ബോത്ത് ആർ ഇൻക്ലൂഡഡ് ഇൻ n. 2 + 7ഓ? 2 + 7 ഈസ് ഈക്വൽ ടു 9. അതും എവിടെ തന്നെ വരുന്നത്? നാച്ചുറൽ നമ്പറിനകത്ത് തന്നെയാണ് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈ ക്ലോഷർ പ്രോപ്പർട്ടി. കാരണം വേറൊരു നമുക്കൊരു ഓപ്ഷൻ അവിടെ നിന്ന് എടുക്കാനില്ല. അതായത് ഇപ്പം 2 എലമെൻറ്റ്സ്, നാച്ചുറൽ നമ്പറിലെ 2 എലമെൻ്റ് എടുത്ത് അത് ഓപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറൽ നമ്പറിലല്ലാത്തൊരു എലമെൻറ്റ് കിട്ടാനില്ല. എല്ലാം കിട്ടുന്ന എവിടെ നിന്ന് തന്നെയാണ് വരുന്നത്? നാച്ചുറൽ നമ്പറിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് നാച്ചുറൽ നമ്പർ അലോങ് വിത്ത് പ്ലസ് സാറ്റിസ്ഫൈ ക്ലോഷർ പ്രോപ്പർട്ടി. ഇനി അസോസിയേറ്റീവ് നോക്കാം. 3 എലമെൻറ്റ്സ് എടുക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി 3 എലമെൻറ്റ്സ് 2, 3 and 5 എടുക്കാമെന്ന് വിചാരിച്ചോ. ഇതിനെ ഒന്ന് ഓർഡർ വെച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 2 + 3 ചെയ്യുന്നു, അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2 + 3 എന്ന് പറയുന്നത് 5 + 5 = 10.
രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നു, 2 അവിടെ നിർത്തുന്നു, 3+5 ചെയ്യുന്നു. അപ്പോൾ എന്ത് വന്നു, 2+3+5 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ എന്ത് തന്നെ കിട്ടി, 10 കിട്ടി. അതായത് എന്ത് പറയാൻ പറ്റും, ഇത് ഏത് നമ്പർ എടുത്ത് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എത്രയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് നാച്ചുറൽ നമ്പർ സാറ്റിസ്ഫൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അലോങ് വിത്ത് ദ ബൈനറി ഓപ്പറേഷൻ പ്ലസ്. നെക്സ്റ്റ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി, ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. ഐഡൻറ്റിറ്റി, അപ്പോൾ ഒരു നാച്ചുറൽ നമ്പർ എടുക്കാം. അപ്പോൾ 5 എടുക്കാം. 5ൻ്റെ ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 5 തന്നെ കിട്ടും. 5+ ഏത് നമ്പറാണ് 5 + 0 അല്ലേ 5. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ ദിസ് കേസ് ഈസ് ഈക്വൽ ടു 0. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് what we can say inverse. Existence of inverse. അപ്പോൾ ഇൻവേഴ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, 5 എടുക്കാം, വീണ്ടും 5 തന്നെ എടുക്കാം, പ്ലസ് സം എലമെൻറ്റ് വിൽ ഗീവ്സ് 0. 5 പ്ലസ് സം എലമെൻറ്റ് വിൽ ഗീവ്സ് 0. 5ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയല്ല 0 കിട്ടുന്നത്, 5ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടി അത് വിട്, 5 - 5 അല്ലേ 0. 5 - 5 അല്ല 0. അപ്പോൾ 5ൻ്റെ കൂടെ -5 കൂട്ടുമ്പോഴാണ് 0 കിട്ടുന്നത്. ഈ -5 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൽ ഉണ്ടോ, 1 2 3ൽ ഈ 5 ഉണ്ടോ, -5 ഉണ്ടോ, ഇല്ല. -5 എവിടെ ഇല്ല, നാച്ചുറൽ നമ്പറിനകത്ത് ഇല്ല. അതായത് ഇൻവേഴ്സ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഈ കേസിൽ n+ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടുന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാം n+ ഈസ് നോട്ട് എ ഗ്രൂപ്പ്. n+ എന്ന് പറഞ്ഞാൽ എന്തല്ല, ഗ്രൂപ്പ് അല്ല. ഇനി അബേലിയൻ പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ചെക്ക് ചെയ്താലും ഇല്ലെങ്കിൽ ഇത് ഗ്രൂപ്പ് അല്ല. പിന്നെ ഇപ്പം വെറുതെ നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, 2 നമ്പേഴ്സ് എടുക്കാം, 3ഉം 10ഉം എടുക്കാം. 3 + 10 = 10 + 3. അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, പക്ഷേ എന്തില്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു, അസോസിയേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഐഡൻറ്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നു, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. പക്ഷേ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇൻവേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് n+ ഈസ് നോട്ട് എ ഗ്രൂപ്പ്. ഓക്കെ, n+ എന്ന് പറയുന്നത് എന്തല്ല, ഗ്രൂപ്പ് അല്ല. നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നാച്ചുറൽ നമ്പറിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇൻഡിജേഴ്സിലേക്ക് പോകാം. അപ്പോൾ ഇൻഡിജേഴ്സ്, ഇപ്പോൾ z എന്ന് പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. z+ ഗ്രൂപ്പാണോ അല്ലയോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈസ് z+ ഈസ് എ ഗ്രൂപ്പ് ഓർ നോട്ട്. അപ്പോൾ z എന്ന് പറഞ്ഞാൽ എന്താ, എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, -3 -2, അതായത് എക്സെട്ര -3 -1 0 1 2 എക്സെട്ര അങ്ങനെ പോകും. അതായത് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും 0യും കൂടി വരുന്ന ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, z എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ z അലോങ് വിത്ത് അഡീഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, എന്താണ്, ഗ്രൂപ്പാണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിനായിട്ട് ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടീനെ എഴുതുന്നില്ല, ജസ്റ്റ് ചെയ്തു പോകുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് സാറ്റിസ്ഫൈ ഉണ്ടോ എന്ന് നോക്കേണ്ട ഏതാ, ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. അതായത് 2 എലമെൻറ്റ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൽ തന്നെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനകത്ത് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു -5 ഒരു എലമെൻറ്റ് എടുത്തു, 8 ഒരു എലമെൻറ്റ് എടുത്തു, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -5 + 8 = 3. സോ ക്ലോഷർ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. 3 എലമെൻറ്റ്സ് എടുക്കാം, -2 0 ആൻഡ് 4. ആദ്യം എന്ത് ചെയ്യാം, -2 + 0 + 4 ചെയ്ത് നോക്കാം. സോ എന്ത് വരും, -2 + 0 = -2 + 4 = 2. ഓർഡർ ചേഞ്ച് ചെയ്ത് നോക്കാം, -2 + 0 + 4. സോ എന്ത് വരും, -2 + 0 + 4 = 4. സോ ആൻസർ കിട്ടുന്ന എത്ര, 2. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നതാണ് ഇൻവേഴ്സ്, ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി ഇൻവേഴ്സ് എപ്പോഴും മാറിപ്പോവും. സോ ഓർഡർ പറയുമ്പോൾ കേട്ടോ. അപ്പോൾ മൂന്നാമതായിട്ട് വരുന്നതാണ് ഐഡൻറ്റിറ്റി. സോ നമുക്ക് എന്തെടുക്കാം, ഒരു
1 എടുക്കാം. 1 പ്ലസ് ഏത് നമ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്? 1 പ്ലസ് ഏത് നമ്പർ 1ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്? ഒബ്വിയസ്ലി 0 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0 ഈ സെറ്റിലെ എലമെൻ്റ് അല്ലേ? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 0 ഈസ് എൻ എലമെൻറ്റ്. 0 എന്ന് പറയുന്നത് സെറ്റിലെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഐഡൻറ്റിറ്റി, അതായത് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ഈസ് എൻ എലമെൻറ്റ് ഓഫ് Z. ഓക്കെ, 0 എന്ന് പറയുന്നത് സെറ്റിനകത്തെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നാലാമത്തത് ഇൻവേഴ്സ്. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 1 പ്ലസ് ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 0 കിട്ടും. നമുക്കറിയാം 1 - 1 ആണ് 0. അതായത് 1ൻ്റെ കൂടെ അത് ഓപ്പറേറ്റ് ചെയ്യണം, -1 ഓപ്പറേറ്റ് ചെയ്യണം. -1 ഇതിനകത്ത് വരുന്നില്ലേ? നാച്ചുറൽ നമ്പർ പോലെ അല്ലല്ലോ, -1 ഇതിനകത്ത് വരുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അഞ്ചാമതായിട്ട് വരുന്നതാണ് ഏത്? അഞ്ചാമതായിട്ട് നമുക്ക് ഏത് എടുക്കാം? അബേലിയൻ ആണോ എന്ന് നോക്കാം. അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. 2 എലമെൻറ്റ്സ് എടുക്കാം. ഒരു 5ഉം 6ഉം എടുക്കാം. ഓക്കെ, 5 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 അല്ലേ? 6 + 5 എന്ന് പറഞ്ഞാലും 11. 6 + 5 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 11 തന്നെയല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതായത് 5 പ്രോപ്പർട്ടീസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അസോസിയേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെയോ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്, 0 ആയ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. സോ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇൻവേഴ്സ് എലമെൻറ്റ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് സെറ്റ് പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പാണ്. എലോങ് വിത്ത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇറ്റ് ബിക്കംസ് ആൻ അബേലിയൻ ഗ്രൂപ്പ്. ഇതൊരു അബേലിയൻ ഗ്രൂപ്പാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് അവിടെ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, Q സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. Q മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ Q അലോങ് വിത്ത് ദ ബൈനറി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. നമുക്ക് ഗ്രൂപ്പാണോ അല്ലെങ്കിൽ അബേലിയൻ ഗ്രൂപ്പാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. സോ അതിനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എന്താ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. Q എന്ന് പറയുന്നത് ≠ 0 ആയിരിക്കും. അതിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 1/2 റാഷണൽ നമ്പറാണ്, 2 റാഷണൽ നമ്പറാണ്, 0 റാഷണൽ നമ്പറാണ്, 4/5 റാഷണൽ നമ്പറാണ്. ഓൾ ദീസ് നമ്പേഴ്സ് ആർ കോൾഡ് റാഷണൽ നമ്പേഴ്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം? റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ ആദ്യം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനൊരു എലമെൻ്റ് എടുത്തു 1/2, വേറൊരു എലമെൻ്റ് എടുത്തു 1/3. ഓക്കെ, വേറെ എലമെൻറ്റ് 1/3. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം? ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ഓപ്പറേഷൻ വരുന്നത്. മുമ്പ് 2 കേസിൽ നമ്മൾ അഡീഷൻ ആയിരുന്നു കണ്ടത്, പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 × 1 1, 2 × 3 6. സോ എന്ത് കിട്ടി? 1/6 കിട്ടി. 1/6 ഈസ് എൻ എലമെൻറ്റ് ഓഫ് Q. സോ വി ക്യാൻ സേ ദാറ്റ് Q ഇൻറ്റു, അതായത് മൾട്ടിപ്ലിക്കേഷൻ Q അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ക്ലോഷർ പ്രോപ്പർട്ടി. രണ്ടാമതായിട്ട് നമുക്ക് എന്തെടുക്കാം? ക്ലോഷർ പ്രോപ്പർട്ടി. നെക്സ്റ്റ് വൺ ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, 3 എലമെൻറ്റ്സ് എടുക്കാം. ഒരു 4 എടുക്കാം, 1/3 എടുക്കാം, ആൻഡ് 2 എടുക്കാം. ഒന്ന് ഓപ്പറേറ്റ് ചെയ്താൽ എന്ത് വരും? 4 പ്ലസ് അല്ല, 4 into 1/3 into 2. So 4 into 1/3 എന്ത് വരും? 4/3 into 2 എന്ത് വരും? 8/3. ഒന്ന് തിരിച്ച് ചെയ്ത് നോക്കാം. 4 into 1/3 into 2. So 4 into 1/3 into 2, 2/3. 2/3 into 4, 8/3. രണ്ടും എന്ത് ആൻസർ കിട്ടി? സെയിം ആൻസർ അല്ലേ കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓൾസോ.
മൂന്നാമതായിട്ട് വരുന്നതാണ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മളറിയാം അഡീഷൻ്റെ കേസിലാണെങ്കിൽ 0 ആയിരുന്നു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. ഇപ്പോൾ 5 ആണ് എലമെൻ്റ് എന്ന് വിചാരിച്ചോ. 5 ഇൻറ്റു എന്ത് ചെയ്താലാണ് നമുക്ക് 5 കിട്ടുന്നത്? എല്ലാ ടേബിളിലും ആദ്യം പഠിക്കുന്നത് 1 × 1 = 1, 2 × 1 2, 3 × 1 3. അപ്പോൾ ഇവിടെ 5 × 1 അല്ലേ 5. സോ 5 × 1 എന്ത് പറയാൻ പറ്റും? നമുക്ക് 5 എന്ന് പറയാൻ പറ്റും. ആൻഡ് 1 എവിടുത്തെ എലമെൻറ്റാണ്? ക്യൂക്കകത്ത് വരുന്നില്ലേ? 1 എന്ന് പറയുന്നത് ക്യൂവിനകത്ത് വരുന്നില്ലേ? ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐഡൻറ്റിറ്റി എലമെൻറ്റ് സെറ്റിനകത്ത് വരുന്നുണ്ട്. സെറ്റ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. നാലാമത് വരുന്നതാണ് ഏത് പ്രോപ്പർട്ടി? ഇൻവേഴ്സ്. ഓക്കെ, നമുക്കൊരു എലമെൻറ്റ് 6 എടുക്കാം. ഓക്കെ, 6നെ ഏത് നമ്പർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 1 കിട്ടും? കാരണം 1 ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. 6നെ ഏത് നമ്പർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്കറിയാം, ഇപ്പോൾ ഒരു നമ്പർ എ എന്ന് വിചാരിച്ചോ, അതിനെ 1 അതിൻ്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്. ഓക്കെ, ഒരു എലമെൻറ്റിനെ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്, ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത്. അതായത് 6നെ അതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതായത് ഇവിടെ 1/6 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഈ 1/6 എന്ന് പറയുന്നത് എവിടത്തെ എലമെൻറ്റ് തന്നെയാണ്? ക്യൂവിനകത്ത് വരുന്നില്ലേ? ക്യൂ എല്ലാ ഫ്രാക്ഷൻസിനെയും കണ്ടെയ്ൻ ചെയ്യുന്നില്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈ inverse property also. It satisfy inverse property also. Okay, next നമുക്ക് വരണം അവിടെ അബേലിയൻ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് അഞ്ചാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഏതെങ്കിലും 2 എലമെൻറ്റ്സ് എടുക്കുന്നു. അപ്പോൾ 1/7 പ്ലസ് നെക്സ്റ്റ് ഒരു എലമെൻറ്റ് എടുക്കുന്നു 1/2. നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? LCM ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 7 × 4 72 14 2 + 7 സോ ഈസ് ഈക്വൽ ടു 9/14 എന്ന് കിട്ടി. തിരിച്ച് ഓപ്പറേറ്റ് ചെയ്താലോ 1/2 + 1/7 അഗെയിൻ എന്ത് തന്നെ വരുന്നത്? അഗെയിൻ എന്ത് തന്നെ വരും? 9/14 എന്ന് വരും. സോ 9/14 ഈസ് ഈക്വൽ ടു 9/14. രണ്ട് സൈഡ് ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആയിട്ട് തന്നെ കിട്ടും. സോ വി ക്യാൻ സേ ദാറ്റ് Q പ്ലസ് എന്ത് പറയാൻ പറ്റും? Q പ്ലസ് ഈസ് ആൻ അബേലിയൻ ഗ്രൂപ്പ് എന്ന് പറയാം. Q പ്ലസിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു അബേലിയൻ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഡിവിഷൻ്റെ കേസ് ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് റിയൽ നമ്പറിലേക്ക് പോകാം. റിയൽ നമ്പർ വിത്ത് ഡിവിഷൻ. റിയൽ നമ്പർ അലോങ് വിത്ത് ഡിവിഷൻ. ഓക്കെ, ഇത് ഗ്രൂപ്പാണോ അബേലിയൻ ഗ്രൂപ്പാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് എന്തെടുക്കാം? നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എല്ലാ റാഷണൽ നമ്പറിനെയും ഇറാഷണൽ നമ്പറിനെയും ചേർത്ത് വെച്ചതാണ്. ഇറാഷണൽ നമ്പറിനെയും ചേർത്ത് വെച്ചതാണ് റിയൽ നമ്പർ. ഓക്കെ, റാഷണൽ നമ്പർ അറിയാം P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത്. ഇറാഷണൽ അറിയാം P/Q ഫോമിൽ എഴുതാൻ പറ്റാത്തത്. അതായത് ഈ √2 π ഇതൊക്കെ നമുക്ക് P/Q ഫോമിൽ എഴുതാനായിട്ട് ഫ്രാക്ഷനാക്കി എഴുതാൻ പറ്റില്ല. അതിനെ പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പർ. അതെല്ലാം കൂടെ ചേർത്ത് വെക്കുന്നതാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഏതെടുക്കാം? ക്ലോഷർ പ്രോപ്പർട്ടി നോക്കാം. അതായത് ഇപ്പോൾ ഒരു നമ്പർ, ഇപ്പോൾ ഒരു 4 എടുക്കാം. 4 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ 2 എടുക്കാം. സോ 4 ഡിവൈഡഡ് ബൈ 2 എന്താ തരുന്നത്? 4 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2. സോ 2 എന്ന് പറയുന്നത് റിയൽ നമ്പർ തന്നെയാണ്. 4ഉം 2ഉം റിയൽ നമ്പർ തന്നെയാണ്. സോ ക്ലോഷർ പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
പക്ഷേ ഈ റിയൽ നമ്പറിനകത്ത് വരുന്ന മറ്റൊരു എലമെൻ്റ് അല്ലേ ഏത്? റിയൽ നമ്പറിനകത്ത് വരുന്ന മറ്റൊരു എലമെൻ്റ് അല്ലേ 0 എന്ന് പറയുന്നത്? ആണ്. അപ്പോൾ ഈ 2-ന് പറഞ്ഞാൽ 0 എടുക്കാമെന്ന് വിചാരിച്ചോ. 4/0 ഇന്ന് എത്രയായിരിക്കും? ഇത് ഡിഫൈൻഡ് ആണോ? ആദ്യം ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ ആ കേസ് എന്തല്ല, നോട്ട് സോറി ഡിനോമിനേറ്ററിനകത്ത് 0 വന്നു കഴിഞ്ഞാൽ ആ കേസ് ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്? ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു റിയൽ നമ്പറാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റി ഡസ് നോട്ട് ബിലോങ്സ് ടു റിയൽ നമ്പർ. സോ ഇവിടെ ഡിവിഷൻ എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ്സ് നോട്ട് എ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇത് ആറിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. റിയൽ നമ്പേഴ്സിലെല്ലാം അതിൽ നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആറിൽ നിന്ന് 0യെ ഒഴിവാക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? R സ്റ്റാർ എടുക്കുന്നു. R സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് R മൈനസ് സെറ്റ് 0. R മൈനസ് സെറ്റ് 0 ആണ് R സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പറ്റുമോ ഇല്ലയോ നമുക്കൊന്ന് ചെയ്തു നോക്കാം. R സ്റ്റാറിനകത്ത് പറ്റുമോ ഇല്ലയോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം R സ്റ്റാർ ഡിവിഷൻ എടുക്കാമെന്ന് വിചാരിച്ചോ. R സ്റ്റാർ ഡിവിഷനാണെന്ന് വിചാരിച്ചു. R സ്റ്റാറും ഡിവിഷനുമാണ് നമ്മുടെ ഗ്രൂപ്പായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സെറ്റ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, R സ്റ്റാറും മൾട്ടിപ്ലിക്കേഷനും ആ സ്ട്രക്ചർ, ഓക്കെ, അൾജിബ്രായിക് സ്ട്രക്ചറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ക്ലോഷർ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ R സ്റ്റാറിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു. R സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R മൈനസ് സെറ്റ് 0. R മൈനസ് സെറ്റ് 0 ആണ് R സ്റ്റാറിൻ്റെ ഡെഫിനേഷനായിട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ ക്ലോഷർ പ്രോപ്പർട്ടി എന്ത് വരും? നേരത്തെ എടുത്ത അതേ പരിപാടി. 4/2 കിട്ടി. 5/7 എന്ത് കിട്ടും? 5/7 കിട്ടും. 5/7 R സ്റ്റാറിനകത്ത് വരുന്നതാണ്. സോ ക്ലോഷർ പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അസോസിയേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 നമ്പേഴ്സ് എടുക്കാം. 1/2 ഡിവൈഡഡ് ബൈ 1/3 ഡിവൈഡഡ് ബൈ 5 എടുക്കാം. സോ ഇവിടെ ആൻസർ എന്ത് കിട്ടും? 1/2 ഡിവൈഡഡ് ബൈ 1/3. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 1/2 ഇൻറ്റു 3, ദാറ്റ് ഈസ് 3/1 ഇൻറ്റു 3/1 3/1 ഡിവൈഡഡ് ബൈ 5. സോ എന്ത് വരും? 3/2 ഡിവൈഡഡ് ബൈ 5. 3/2 ഡിവൈഡഡ് 5 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 ഇൻറ്റു 1/5, ദാറ്റ് ഈസ് 3/10 കിട്ടും ആൻസർ. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ 3/10 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടിയത്. ഇനി രണ്ടാമത്തെ കേസ് 1/2 ഡിവൈഡഡ് ബൈ 1/3 ഡിവൈഡഡ് ബൈ 5. 1/3 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എങ്ങനെ എഴുതാം? 1/2 ഡിവൈഡഡ് ബൈ 1/3 ഇൻറ്റു 1/5. ഡിവൈഡഡ് ബൈ 1/2 ഡിവൈഡഡ് ബൈ 1/3 ഇൻറ്റു 1/5 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/2 ഡിവൈഡഡ് ബൈ 1/15. ഓക്കെ, ഇനി അതിനെ എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 1, ദാറ്റ് ഈസ് 15 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് LHSഉം RHSഉം ഈക്വൽ ആവുന്നുണ്ടോ? ഇവിടെയും LHSഉം RHS RHS അല്ല, ഓക്കെ, LHSഉം RHSഉം ഇവിടെയും എന്താവുന്നില്ല? ഈക്വൽ ആവുന്നില്ല. അതായത് ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ഗ്രൂപ്പ്.
അപ്പോൾ ഡിവിഷൻ്റെ കേസിൽ ആർ സ്റ്റാറും എന്തല്ല, ഒരു ഗ്രൂപ്പല്ല എന്നാണ് നമ്മളിവിടെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.